പ്രഭ ഇവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണോ? എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നേരായി. ജോലിക്കാരിയാണേ വന്നിട്ടുമില്ല. മോളെ ഒന്ന് കുളിപ്പിച്ച് സ്കൂളിലേക്ക് വിട്ടേക്കാമോ? സൗകര്യപ്പെടുകയല്ല. അതെന്താ? മുമ്പ് ജോലിക്കാരില്ലാത്തപ്പോ പ്രഭ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത്? എന്താടി പറഞ്ഞത്? ജോലിക്കാരി ഇല്ലാത്തപ്പോ ചെയ്തിരുന്നോ? എടി, നിന്റെ തിരക്കും ഉത്തരവാദിത്വം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എല്ലാ ഭാരവും നിന്റെ തലയിലാകണ്ടെന്ന് കരുതി ഞാനൊന്ന് സഹായിച്ചത് ഇപ്പൊ അവകാശമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. പ്രഭ ആളാകെ മാറി. മാറിയതല്ല, മാറ്റി. മനസ്സിൽ എന്താന്ന് വെച്ചാൽ തുറന്നു പറയൂ. എന്നാലല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാവൂ. എന്തോ എന്നെ കൊണ്ട് പറയിക്കണോ? ഓ, വല്യച്ഛനെ കാണാൻ ഞാൻ ഇരിക്കപ്പുറത്തില്ല അല്ലേ? എന്നാ പോയി വിളിച്ചോണ്ട് വന്നോ. ഞാനിവിടെ നിന്ന് ഇറങ്ങിയേക്കാം. പോരെ? നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തന്മാര് ഈ മെനക്കെട്ട നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കാൻ നോക്കുമ്പോ നീ അത് ചോദിച്ചു വാങ്ങിക്കുന്ന എനിക്ക് മനസ്സിലാകാത്തത്. വീട്ടിൽ ചെന്ന് കിടന്ന ഉറക്കം വരണ്ടേ ഏട്ടാ? അതെന്താ? പടത്തരവൻ വീണ്ടും പടർന്നു കയറിയോ? അപ്പൂപ്പൻ മാത്രമല്ലല്ലോ എന്റെ പ്രശ്നം. ജലജയ്ക്ക് ഇതുവരെ കല്യാണമായില്ലേ എന്ന് ബന്ധുക്കളും സ്വന്തക്കാരും ചോദിക്കുമ്പോ ഞാൻ അവരുടെ മുന്നിൽ നിന്ന് ഉരിയുക. കഴിഞ്ഞ ആഴ്ച വന്നവർ എന്ത് പറഞ്ഞിട്ടാ പോയത്? അവര് ചോദിച്ചത് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് ചെന്നാ മതിയെന്ന്. പെണ്ണ് കാണല് മുറയ്ക്ക് നടക്കുന്നുണ്ട്. അവരെയൊക്കെ സൽക്കരിച്ച കാശുണ്ടായിരുന്നെങ്കിൽ ജലജയ്ക്ക് 2 പവന്റെ ആഭരണം വാങ്ങായിരുന്നു. പോസ്റ്റ് അച്യുതക്കുറിപ്പിന്റെ ഒരു കത്തുണ്ട്. അച്യുതക്കുറിപ്പിന്? ആ, അണ്ണന് താരാ കത്തയക്കാൻ? എത്രയും വേണ്ടപ്പെട്ട കുറുപ്പിയേട്ടൻ അറിയുന്നതിന് തലക്കുളത്ത് നിന്ന് അറുമുഖം തമ്പി എഴുതുന്നത്. ആരാ അറുമുഖം? ചേട്ടനെ ഞാൻ എന്നും അനുസരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം മറ്റൊരു ചെവി അറിയാതെ ഇത്രയും കാലം രഹസ്യമായി സൂക്ഷിച്ചത്. പക്ഷേ ഇനി ബാധ്യതയൊക്കെ ഒഴിവാക്കി എനിക്കൊന്ന് സ്വസ്ഥനായ കൊള്ളാമെന്നുണ്ട്. പഴയതുപോലെ ഓടി നടക്കാനും കാര്യങ്ങൾ അന്വേഷിക്കുവാനുമുള്ള ആവതെനിക്കില്ല. അതുകൊണ്ട് വസ്തുവിന്റെ കാര്യത്തിൽ ചേട്ടൻ ഇനിയെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. വസ്തുവിന്റെ കാര്യത്തിൽ ചെറുമക്കൾക്കും അനന്തരവർക്കും ഇതൊക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തിയായല്ലോ. ഇനി അവരെ വിശ്വസിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ വിറ്റുകളാ. വസ്തുവിനൊക്കെ ഇപ്പൊ നല്ല വിലയാണെന്നറിയാലോ. 1 2 54 ഏക്കർ 18 സെന്റാ. ഇത്രയും ഏക്കർ ഒന്നിച്ചെടുക്കാൻ ആളെ കിട്ടത്തില്ലെന്നോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ ഏർപ്പാടാക്കി തരാം. എനിക്കോ ചേട്ടനോ എന്തെങ്കിലും സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്ത് ആർക്കും ഇല്ലാതെ പോവും. പിന്നെ ചേട്ടനൊരു തീരുമാനമെടുത്ത് വിവരം എന്നെ ധരിപ്പിക്കുന്നവരെ ഞാനിതാരോടും പറയുമെന്ന് കരുതണ്ട. എന്നെ ഇനിയും വിശ്വസിക്കാം. കത്ത് കിട്ടിയാലുടൻ ചേട്ടനൊന്ന് വരികയോ മറുപടി എഴുതുകയോ വേണം. സ്വന്തം തമ്പി. പ്രഭാകര, നീ ഇത് ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുവാ? കാണുന്നില്ലേ? നീ കത്തൊന്ന് വായിച്ചേ. എന്തോന്ന്? എടാ, നമ്മള് വിചാരിച്ച പോലൊന്നും അല്ലടാ വല്യണ്ണൻ. ചേട്ടാ ചേട്ടാ, ഇതാരാ വരുന്ന നോക്കി? ടൈം പീസോ? കൊച്ചപ്പൂപ്പന് എന്ത് പറ്റി ഈ വഴിക്കിറങ്ങാൻ? കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ ആ ഭൂതക്കണ്ണാടിയും കളഞ്ഞിട്ട് അവിടുന്ന് എണീക്കില്ലല്ലോ. വരണം കൊച്ചപ്പൂപ്പ. ഇരുന്നാട്ടെ, ഞാൻ ചായ എടുക്കാം. ഞങ്ങള് വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുമെന്ന്. സമയം കിട്ടണ്ടേ സഹദേവ? ഇപ്പൊ പിന്നെ പെട്ടെന്നൊരു അത്യാവശ്യം വന്നോടാ ഇങ്ങോട്ട് പോന്നേ. വല്യണ്ണൻ എന്ത് അകത്തില്ലേ? അപ്പൂപ്പൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇവിടെ കാണുമെന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്താ, എന്ത് പറ്റി? വെല്ലെണ്ണൻ നമ്മളെയൊക്കെ കബളിപ്പിക്കായിരുന്നു. വെല്ലെണ്ണൻ എന്തിനാ ഇത്രയും നാൾ ഈ രഹസ്യം നമ്മിൽ നിന്ന് ഒളിച്ചു വെച്ചതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. എന്ത് രഹസ്യം? അത് ഹേമലത അണ്ണന്റെ രക്തവും മൂത്രവും പരിശോധിച്ചിട്ട് വന്നപ്പോഴേ കാര്യം മനസ്സിലായത്. എന്താ കൊച്ചപ്പൂപ്പ? അപ്പൂപ്പൻ എന്തെങ്കിലും അസുഖം? നീ ഇവിടെ വന്നേ. വെല്ലെണ്ണന് എയ്ഡ്സാ. എയ്ഡ്സ്. എടാ, അച്ഛൻ എന്ത് പറ്റി മോനെ? അമ്മേ, അപ്പൂപ്പന് എയ്ഡോണിക് മെനിഞ്ചൈറ്റിസ് കൺജങ്ക്റ്റിവിറ്റിസ് ഇന്റർപെറിസ്. എന്റെ ദൈവമേ! ദേവയാനി, പകരുന്ന രോഗമാണെന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് വലിയ ഇവിടെ വരുമ്പോ ഒന്നും അറിഞ്ഞതായി ഭാവിക്കാതെ എത്രയോ വേഗം അങ്ങോട്ട് പറഞ്ഞയച്ചേക്ക്. അവിടെ ആവുമ്പോ പെട്ടെന്ന് ചികിത്സിക്കാലോ. അലോപ്പതിയുണ്ട്, ആയുർവേദമുണ്ട്. ഈ പ്രായത്തിൽ അച്യുതക്കുറിപ്പിന് ഒരു കത്തുണ്ട്.
എത്രയും വേണ്ടപ്പെട്ട കുറുപ്പ് ചേട്ടൻ അറിയുന്നതിന് തലക്കുളത്ത് നിന്ന് അറുമുഖം തമ്പി എഴുതുന്നത്. കുറുപ്പ് ചേട്ടൻ എവിടെയായിരിക്കുമെന്ന് തിട്ടമില്ലാത്തത് കൊണ്ട് മറ്റു 2 വീട്ടിലേക്ക് കൂടി കത്തയച്ചിട്ടുണ്ട്. സഹദേവാ, ആരുടെ എഴുത്താ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നാ. ആ. ഇപ്പൊ ഒരു രോഗത്തിനെ അങ്ങനെ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. എന്നാൽ എന്റെ ഫൽഗുണ, നമ്മുടെ വല്യണ്ണൻ ഈ ഗതി വന്നല്ലോ. 1000 പൂർണ്ണ ഞാൻ തന്നെ കാണാതെ. അയ്യോ, എനിക്കിത് സഹിക്കാൻ വയ്യേ. എടി, നീ ഇങ്ങനെ കിടന്ന് കീറാതെടി. അളിയൻ അസുഖമാണെന്നല്ലേ ഉള്ളൂ, കാഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ. എന്നാൽ ഈ വലിയ അസുഖം വെച്ചോണ്ട് ഈ വല്യമ്മാവനത് എവിടെ പോയി? ഇതാർക്കറിയാം, ഞാൻ ഇറങ്ങുക. ദേ, ഇങ്ങോട്ടാണ് ആദ്യം വരുന്നതെങ്കിൽ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചേക്കണം. പകരുന്ന രോഗാണ്, അതെല്ലാവർക്കും ഓർമ്മ വേണം. ആ, പാടോ, പോവാം. എഴുത്തുണ്ടോ? ആ, എനിക്കോ അച്ഛനോ? അച്യുതക്കുറുപ്പിന്റെ പേരില്ല. വല്യമ്മ. എന്നെ വേണോ? അതെ, ഈ അറുമുഖൻ തമ്പി എന്ന് പറഞ്ഞ ഒരാളെ അറിയാമോ? അറുമുഖൻ തമ്പി? ആ, ഈ താടിയൊക്കെ വെച്ചിട്ട് നല്ല വണ്ണമുള്ള ഒരാള്. വണ്ണമുള്ള താടിക്കാരൻ? കൊപ്ര കച്ചവടം ചെയ്യുന്ന തമ്പിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ചെയ്തുകൂടാനൊന്നുമില്ല. അതാ അയാള് തന്നെ. അത് നമ്മുടെ എസ്റ്റേറ്റ് മാനേജർ തമ്പിയാണല്ലേ? ഏത് എസ്റ്റേറ്റ്? ഇവിടുന്ന് 2 മൈൽ കിഴക്കോട്ട് പോകുമ്പോ വലത് ഭാഗത്ത് ആദ്യം കാണുന്ന റബ്ബർ തോട്ടം. അത് ആരുടെ എസ്റ്റേറ്റ് ആണെന്ന് അറിയാമോ? കൊട്ടാരം വകയായിരുന്നു. അത് ആർക്കോ ഇഷ്ടദാനം കൊടുത്തെന്നോ വിറ്റെന്നോ ഒക്കെ കേൾക്കുന്നു. സത്യം അറിയണമെങ്കിൽ തമ്പിയണ്ണനോട് തന്നെ ചോദിക്കണം. വളരെ ഉപകാരം കേട്ടോ. ഈ മരത്തിൽ നിന്നൊക്കെ പെർ ഡേ എത്ര ലിറ്റർ പാല് കിട്ടും? കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നാൽ ഇന്ന് മുതൽ പറഞ്ഞേ പറ്റൂ. ഇനി തട്ടിപ്പും വെട്ടിപ്പും ഇതിനകത്ത് വെച്ച് നടത്താമെന്ന് ആരും വിചാരിക്കണ്ട. ഇന്നലെ വരെ നടന്നൊക്കെ നടന്നു. ഇനി മുതൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. ആരാ? മനസ്സിലായില്ലല്ലോ. മനസ്സിലാക്കി തരാം. അത് പോട്ടെ, ഇതെല്ലാം കൂടി എത്ര ഏക്കർ വരും? ഒരു 19 ഏക്കർ വരും. പോരല്ലോ, 54 ഏക്കർ 18 സെന്റ് കാണണമല്ലോ. അതോ അതിൽ നിന്നും ആരെങ്കിലും വളച്ചു കിട്ടി കയ്യേറിയിട്ടുണ്ടോ? തമ്പിയാണ് ഇരിക്കുമ്പോ ആർക്ക് സാറേ അതിന് ധൈര്യം വരും? എവിടെ തമ്പി? മിസ്റ്റർ അറുമുഖൻ തമ്പി, ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ? നിങ്ങളെന്താ ഇവിടെ? തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഉറുപ്പിയേട്ടന് വല്ല അസുഖവും? ഓഹോ, അപ്പൊ അപ്പൂപ്പൻ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഇനിയും വേണ്ട ഒളിച്ചുകളി. കത്തിൽ നിന്നും വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. കത്തോ? ഞാൻ ആർക്കും കത്തയച്ചിട്ടില്ലല്ലോ. ഒരു പോലീസുകാരനോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. അപ്പൂപ്പന് നിങ്ങൾ കൊടുത്ത വാക്ക് പാലിച്ചു. ആ ആത്മാർത്ഥത ഞാൻ മാനിക്കുന്നു. ആ, പിന്നെ സൂക്ഷിച്ചതും സംരക്ഷിച്ചതും ഒക്കെ മതി. അതിനെത്രയാണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ന്യായമായിട്ടുള്ളത് ഞാൻ തരാം. നിങ്ങൾക്കെന്താ തലയ്ക്ക് നല്ല സുഖമല്ലേ? അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. നോക്കി പേടിപ്പിക്കല്ലേ. ഇന്ന് വരെയുള്ള മുഴുവൻ വരുമാനത്തിന്റെ കണക്കുകൾ എനിക്ക് കാണണം. അല്ലെങ്കിൽ തന്റെ ഈ ബോഡി ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് അയക്കും.